നമ്മൾ കുറേ നാളായിട്ട് വിചാരിക്കുന്ന ഒരു സംഭവമാണ് എന്തെങ്കിലും ഹൈഡ്രോപോണിക്സ് അല്ലെങ്കിൽ അക്വാപോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം ചെയ്യണം എന്നുള്ളത്. ഹൈഡ്രോപോണിക്സ് അല്ലെങ്കിൽ അക്വാപോണിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഫിഷ് ടാങ്കുകളിലെ വെള്ളം ചെടികൾ വളർത്താനായിട്ട്, അതായത് പച്ചക്കറികൾ പോലുള്ള സംഭവങ്ങൾ വളർത്താനായിട്ട് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു സെറ്റപ്പ് ഉണ്ട്. അതായത് ഫിഷ് ടാങ്കിലെ വെള്ളം ഏതെങ്കിലും ഒരു പൈപ്പ് വഴി കടത്തി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പൈപ്പിൻ്റെ സെൻറ്റർ ഭാഗത്തൊക്കെ ഹോളുകൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ചെടികൾ നട്ടുപിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫിഷ് ടാങ്കിലെ വെള്ളം ആ പൈപ്പുകൾ വഴി കടന്ന് ഈ ചെടികൾ അതിലുള്ള ന്യൂട്രിയൻസ് കാര്യങ്ങളൊക്കെ വലിച്ചെടുത്ത് തിരിച്ച് ഫിൽട്ടറായിട്ട് ആ വെള്ളം തിരിച്ച് ഫിഷ് ടാങ്കിൽ തന്നെ വന്ന് ഫിൽട്ടറായിട്ട് വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫിൽട്ടർ ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈപ്പുകൾ വഴി കടന്നു പോകുമ്പോൾ അതിനകത്ത് ചെടികൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ചെടികൾ ഈ ന്യൂട്രിയൻസ് എല്ലാം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ ചെടികൾ നല്ല രീതിയിൽ വളരുകയും ചെയ്യും. അതുപോലെ തന്നെ ഫിഷ് ടാങ്കിലെ വെള്ളം ഫിൽട്ടർ ചെയ്ത് കിട്ടുകയും ചെയ്യും. അതാണ് ഈ അക്വാപോണിക്സ് എന്ന് പറയുന്ന സെറ്റപ്പ്, അല്ലെങ്കിൽ ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്ന സെറ്റപ്പ്. അപ്പോൾ അതിനായിട്ട് ഒരു സെറ്റപ്പ് തന്നെ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് ചെറിയ രീതിയിലൊരു ട്രയൽ നമ്മൾ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അതാണ് നമ്മളിപ്പോൾ ഈ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ചെടികൾ ഇത്തരത്തിലൊരു പോട്ടിനകത്ത് നമ്മൾ സാൻഡ് ഫില്ല് ചെയ്തിട്ട് നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്. ഈ കാണുന്ന പോട്ടുകളിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ളത് എംസാൻഡ് ആണ്. നമ്മൾ വെച്ചിരിക്കുന്ന ചെടി നമ്മുടെ പൈൻ ട്രീ ആണ്. ഏത് പൈൻ ട്രീ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർഫോൾക്ക് ഐലൻഡ് പൈൻ ട്രീ ആണ്. നമ്മുടെ വീടുകളിലൊക്കെ ഇത് ധാരാളമായിട്ട് ഇപ്പോൾ കാണാറുണ്ട്, നഴ്സറികളിലൊക്കെ കാണാറുണ്ട്. ഇത് നിങ്ങൾ പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. ഇത് ക്രിസ്മസ് ട്രീ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ക്രിസ്മസ് ഒക്കെ വരുന്ന സമയത്ത് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ചെടിയാണ്. ചെടിയല്ല, ഇതൊരു മരമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഇത് ചെറിയ സൈസിലായതുകൊണ്ട് നമ്മൾ ചെടി എന്ന് പറഞ്ഞത് മാത്രം. ഇത് വലുതായി വരികയാണെങ്കിൽ അത്യാവശ്യം വലിയ സൈസിലുള്ള മരമായിട്ട് മാറുന്നതാണ്. കാണാൻ വളരെ ഭംഗിയുള്ള ഒരു മരമാണ് ഇത്. ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞു, നോർഫോൾക്ക് ഐലൻഡ് പൈൻ ട്രീ എന്നാണ്. ഈ പേര് വരാൻ കാരണം ഇത് ഓസ്ട്രേലിയയിലുള്ള ഒരു ഐലൻഡാണ് ഈ ഒരു നോർഫോൾക്ക് ഐലൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഐലൻഡിൻ്റെ പേരിൽ തന്നെ ഈ ഒരു പൈൻ ട്രീയുടെ പേര് വന്നിട്ടുള്ളത്, അതായത് നോർഫോൾക്ക് ഐലൻഡ് പൈൻ ട്രീ. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് അറോക്കാറിയ ഹെട്രോഫില എന്നാണ്. ഇതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നതാണ്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഇതിൻ്റെ വലിയൊരു മരം നിൽക്കുന്നുണ്ട്. നമ്മൾ കുറേ നാൾ മുമ്പ് ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്. അതിപ്പോൾ വലിയ മരമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ചെറിയ എന്താ പറയുക ചില്ലകൾ നമ്മൾ കട്ട് ചെയ്തെടുത്താണ് ഇങ്ങനെ കൊണ്ട് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. ആ ഒരു മരം നമ്മൾ ഈ ഒരു വീഡിയോ തന്നെ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ള കാര്യം. നമ്മുടെ വീടിൻ്റെ സൈഡിലൊക്കെ അത് വെച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇതുകൊണ്ടാണ് ഈ ഒരു മരം നമുക്ക് പെട്ടെന്ന് തന്നെ ചൂസ് ചെയ്യാൻ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു യൂട്യൂബ് വീഡിയോ കാണാനായിട്ട് ഇടയായി. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഈ ഒരു മരത്തിൻ്റെ ചില്ലകൾ എടുത്ത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് പുതിയ തൈകൾ ഉണ്ടാക്കാമെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ നമുക്ക് ഇതുവരെ അറിയുന്നുണ്ടായിരുന്നില്ല ഇതിൻ്റെ കൊമ്പുകൾ ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാക്കാമെന്നുള്ള കാര്യം. വളരെ സിമ്പിളായിട്ടാണ് അവർ വീഡിയോയിൽ ആ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തോന്നി ഇത്രയും നല്ലൊരു ഭംഗിയുള്ള ഒരു പൈൻ ട്രീ ഇത്ര ഈസി ആയിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ എന്തായാലും അതിൻ്റെ ഒരു ട്രയൽ അടിച്ച് നോക്കാമെന്ന് നമ്മൾ വിചാരിച്ചു. അങ്ങനെയാണ് ഈ ഒരു പരിപാടിക്ക് നമ്മൾ ഇറങ്ങി തിരിച്ചത്. മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞു ഈ ഫിഷ് ടാങ്കിലെ വെള്ളം യൂസ് ചെയ്തിട്ട് നമുക്ക് ഹൈഡ്രോപോണിക്സ് അല്ലെങ്കിൽ അക്വാപോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ നമുക്ക് തോന്നിയ സ്ഥിതിക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇത് ഒരു പൈൻ ട്രീ ആണ്, അതായത് പൈൻ വെറൈറ്റിയിൽ കീഴിൽ വരുന്നതാണ്. ഈ പൈൻ വെറൈറ്റിയിൽ കീഴിൽ വരുന്ന ട്രീസ് എല്ലാം എവർഗ്രീൻ ട്രീസിന് കീഴിൽ വരുന്നതാണ്. അതായത് 365 ദിവസം ഇത് പച്ചയായിട്ട് തന്നെ നിൽക്കും. അതായത് ഇല പൊഴിയുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. ഇത് ഒക്കേഷണലായിട്ടാണ് ഇല പൊഴിക്കുന്നത്. അതായത് ഒറ്റയടിക്ക് ഇല പൊഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ 365 ദിവസം ഇത് പച്ചയായിട്ട് തന്നെ നിൽക്കും. മറ്റു മരങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ചില സീസണുകളിൽ അത് മൊത്തമായിട്ട് കൊഴിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ആ ഒരു ഗ്രീൻ ഇതൊന്നും ഉണ്ടാവില്ല. അതായത് നമ്മൾ പച്ച നിറത്തിൽ കാണുന്ന ആ ഒരു ഭംഗിയൊന്നും അപ്പോൾ ഉണ്ടാവില്ല. കാരണം മൊത്തം ഇല കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. എന്നാൽ ഇത്തരത്തിലുള്ള പൈൻ ട്രീസ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവർഗ്രീൻ ട്രീസ് ആണെന്നുണ്ടെങ്കിൽ അത് ഫുൾ ടൈം പച്ചയായിട്ട് തന്നെ ഇരിക്കും. 365 ദിവസം പച്ചയായിട്ട് തന്നെ ഇരിക്കും. അതൊരു നല്ലൊരു സംഭവമായിട്ട് നമുക്ക് തോന്നി. പിന്നെ എവർഗ്രീൻ ട്രീസിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ 365 ദിവസവും ഫോട്ടോസിന്തസിസ് ചെയ്ത് അറ്റ്മോസ്ഫിയറിലേക്ക് ഓക്സിജൻ റിലീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. മറ്റു മരങ്ങൾ ഇല പൊഴിക്കുന്ന സമയത്ത് ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ല, കാരണം ഇലകളില്ലാത്തതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഓക്സിജൻ റിലീസ് ചെയ്യുന്നതും കുറവായിരിക്കും ഇല പൊഴിയുന്ന സമയത്ത്. എന്നാൽ ഇവർ 365 ദിവസവും പച്ചയായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അറ്റ്മോസ്ഫിയറിലേക്ക് ഫോട്ടോസിന്തസിസ് നടത്തി ഓക്സിജൻ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരു അഡ്വാൻറ്റേജ് കൂടിയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വലിയ മരത്തിൽ നിന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്ന ചെറിയ പീസുകളാണ് ഈ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. ഈ ചെടിച്ചട്ടികളിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് എംസാൻഡ് ആണ്. നമുക്ക് സാൻഡോ എംസാൻഡോ യൂസ് ചെയ്യാം. നമ്മൾ 2 വീഡിയോ കണ്ടിരുന്നു. ഒരു വീഡിയോയിൽ അവർ സാൻഡാണ് യൂസ് ചെയ്യുന്നത്, വേറൊരു വീഡിയോയിൽ മണ്ണാണ് യൂസ് ചെയ്യുന്നത്. മണ്ണ് യൂസ് ചെയ്യുന്ന വീഡിയോയിൽ അവർ വളമൊക്കെ മിക്സ് ചെയ്യുന്നുണ്ട്. അതേസമയം സാൻഡ് യൂസ് ചെയ്യുന്ന വീഡിയോയിൽ അവർ വളമൊന്നും മിക്സ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ ഒരു സാൻഡിനകത്ത് ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അവർ ജസ്റ്റ് നനച്ച് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ വെള്ളത്തിന് പകരം ഈ ഒരു ആപ്പിൾ സ്നെയിലിൻ്റെ ഈ കാണുന്ന ടബിൽ നിന്ന് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം ഡയറക്റ്റ് കപ്പ് എടുത്തിട്ട് ഇതിൻ്റെ കടഭാഗത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം തന്നെ നമ്മൾ അവിടെ ഒരു സ്പ്രേയർ ഇരിക്കുന്നുണ്ട്. ആ സ്പ്രേയർ ഉപയോഗിച്ച് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ആപ്പിൾ സ്നെയിലിനെ വളർത്തുന്ന ഈ ഒരു ഫിഷ് ടാങ്കിലെ വെള്ളമാണ് നമ്മൾ കടഭാഗത്ത് ഒഴിച്ചു കൊടുക്കുന്നത്, അതുപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും.
ഈ സാൻഡ് ഉപയോഗിച്ച് ചെയ്യുന്ന മെത്തേഡ് വളരെ സിമ്പിളായിട്ട് നമുക്ക് തോന്നി. മാത്രമല്ല അവരുടെ വീഡിയോയ്ക്കകത്ത് അവർ പറയുന്നുണ്ട് ഒരു 20 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ വേര് കാര്യങ്ങളൊക്കെ മുളയ്ക്കുമെന്ന് അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർ എടുത്ത് കാണിക്കുന്നുമുണ്ട്. ഓൾറെഡി സെറ്റ് ചെയ്ത് വേര് മുളച്ച് വന്ന തൈകൾ അവർ എടുത്ത് കാണിക്കുന്നുമുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് വരുമല്ലോ. കാരണം ഇത്ര സിമ്പിളായിട്ട് ചെയ്തിട്ട് അവർക്കത് ചെയ്തെടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്കും ഒന്ന് ട്രയൽ അടിച്ച് നോക്കാമെന്ന് നമ്മളും വിചാരിച്ചു. ഈ കാണുന്ന ആദ്യത്തെ 2 ചെടിച്ചട്ടികളിൽ ഇരിക്കുന്ന പീസുകൾ അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. മാത്രമല്ല അത് നിൽക്കുമ്പോൾ ചെറിയൊരു മരം നിൽക്കുന്നത് പോലെ ഒരു ഫീലുണ്ട്. ബാക്കി ഈ കാണുന്ന 2 ചെടിച്ചട്ടികളിലുള്ളത് നമുക്ക് അത്ര പെർഫെക്റ്റ് പീസുകളൊന്നല്ല കിട്ടിയിട്ടുള്ളത്. എങ്കിലും നമ്മൾ വെച്ചു എന്ന് മാത്രം നമുക്കറിയില്ല. ഈ കാണുന്ന ചെടിച്ചട്ടികളിൽ ഇരിക്കുന്നത് ഒന്നും നമുക്ക് സക്സസ്ഫുൾ ആവോ ഇല്ലേ എന്നറിയില്ല. നമുക്കത് നോക്കണം. അവർ പറയുന്നത് ഒരു 20 ദിവസം വരെയാണ്. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് ഒരു മാസം വരെയൊക്കെ നമുക്ക് വെച്ച് നോക്കാമെന്നാണ്. കാരണം ഇത് എവർഗ്രീൻ കാറ്റഗറിയിൽ പെട്ടതായതുകൊണ്ട് മറ്റു ചെടികളുടെ പോലെ പെട്ടെന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റില്ല. മറ്റു ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കും. പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നശിച്ചു പോകാനായിട്ട് തുടങ്ങും. ഇത് എവർഗ്രീൻ കാറ്റഗറിയിലുള്ളതായതുകൊണ്ട് കുറച്ചധികം നാൾ ഇത് ഇങ്ങനെ പച്ച പോലെ തന്നെ നിൽക്കും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല ഇത് ശരിക്കും പിടിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ മിനിമം ഒരു മാസമെങ്കിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. ഇത് പ്രോപ്പറായിട്ട് വേര് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് പച്ചയായിട്ട് തന്നെ നിൽക്കും. അല്ലാത്തത് ഒരു സൈഡിൽ നിന്ന് അത് ഉണങ്ങി വരാനായിട്ട് സാധ്യതയുണ്ട്. 4 ചട്ടികളാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിനകത്ത് ആദ്യത്തെ 2 എണ്ണത്തിൽ സിംഗിൾ പീസാണ് വെച്ചിട്ടുള്ളത്. ബാക്കി 2 എണ്ണത്തിൽ 2 എണ്ണം വീതം വെച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 6 പീസുകളാണ് ഈ ചെടിച്ചട്ടികളിൽ നമ്മൾ സാൻഡിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഏകദേശം ഇപ്പോൾ ഒരാഴ്ചയായിട്ടുണ്ട്. നമ്മൾ ഒരു മാസം വരെ വെയിറ്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അപ്ഡേറ്റ്സ് നമ്മൾ വേറെ വീഡിയോയിൽ എടുത്ത് കാണിക്കാം. ഇതാണ് നമ്മുടെ വീടിൻ്റെ കോർണറിൽ, വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ റൈറ്റ് സൈഡിലായിട്ട് നിൽക്കുന്ന ഈ ഒരു നോർഫോൾക്ക് ഐലൻഡ് പൈൻ ട്രീ. ഇതിപ്പോൾ അത്യാവശ്യം വലിയ മരമായിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു തൈയായിട്ട് ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് അടിഭാഗത്ത് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ ബ്രാഞ്ചുകളായിരുന്നു. പക്ഷെ നമ്മൾ ഇവിടെ ഒരു മെയിൻ്റനൻസ് വർക്ക് വന്നതുകൊണ്ട് അതിൻ്റെ സൈസ് നമ്മൾ കട്ട് ചെയ്ത് കുറച്ചതാണ്. സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനായിട്ട് ഇതിൻ്റെ ബ്രാഞ്ചുകൾ തടസ്സമായിട്ട് നിന്നപ്പോൾ നമ്മൾ വെട്ടി ചെറുതാക്കിയതാണ് അടിഭാഗത്തുള്ള ചില കൊമ്പുകളൊക്കെ. അപ്പോൾ അവിടെ നിന്ന് മുളച്ച് വന്ന ചെറിയ പീസുകളിൽ നിന്നാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് സൂക്ഷിക്കണം. അതായത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പീസുകൾ നോക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു മരത്തിൻ്റെ, അതായത് ഈ മരത്തിനോട് ഈ മെയിൻ സ്റ്റെമ്മിനോട് ചേർന്ന് നിൽക്കുന്ന ബ്രാഞ്ചുകളിൽ നിന്ന് ചെറിയ പീസുകൾ വളർന്നു വരുന്നുണ്ട്. അത് നോക്കിയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എത്ര തന്നെ പെർഫെക്ഷൻ നോക്കി നമ്മൾ കട്ട് ചെയ്തെടുത്താലും ഇതിൻ്റെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് 100% ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. കാരണം എല്ലാ ഫാക്ടേഴ്സും ഒരുപോലെ കറക്റ്റായി വന്നാൽ മാത്രമാണ് ഇതിൻ്റെ വേരുകൾ ശരിക്കും മുളച്ച് വരുന്നത്. അപ്പോൾ നമ്മൾ പരമാവധി ബെസ്റ്റ് ആയിട്ടുള്ള പീസുകൾ നോക്കി കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതായത് ഇത്തരത്തിലുള്ള ചെറിയ പീസുകൾ, ഏറ്റവും ചെറിയ പീസാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അത്രയും ചെറിയ പീസൊന്നും എടുക്കണമെന്നില്ല. കുറച്ച് വലിയ സൈസ്, നമ്മൾ നേരത്തെ ചെടിച്ചട്ടിയിൽ കാണിച്ച അത്രയും വലിയ സൈസ് ഇതിൻ്റെ കടഭാഗത്ത് വെച്ച്, ഈ കാണുന്ന കടഭാഗത്ത് വെച്ച് നമ്മൾ പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു പെർഫെക്റ്റ് സ്ലൈസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ഇതിൻ്റെ എന്താ പറയുക, ചതഞ്ഞു പോകുന്ന രീതിയിൽ, കടഭാഗം ചതഞ്ഞു പോകുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ തൊലി ഇങ്ങനെ ഉരിഞ്ഞു പോകുന്ന രീതിയിലൊന്നും എടുക്കാതിരിക്കുക. കറക്റ്റായിട്ട് തന്നെ ഒരു പെർഫെക്റ്റ് സ്ലൈസായിട്ട് നല്ല ഷാർപ്പായിട്ടുള്ള നൈഫ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു എത്രത്തോളം നമ്മൾ അല്ലെങ്കിൽ എത്ര പെർഫെക്റ്റ് ആയിട്ട് എടുത്താലും ചിലപ്പോൾ അത് പിടിക്കണമെന്നില്ല. അതുകൊണ്ട് പരമാവധി നമുക്ക് പറ്റാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിൻ്റെ വെള്ളം ഇതിന് കിട്ടുന്നത് ഓവറായിട്ട് വെള്ളം വരികയാണെന്നുണ്ടെങ്കിൽ കടഭാഗം ചീഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഓവറായിട്ടുള്ള ലൈറ്റ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ എല്ലാം പ്രോപ്പറായിട്ട് വന്നാൽ മാത്രമാണ് ഇത് കറക്റ്റായിട്ട് നമുക്ക് പിടിച്ച് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ കടഭാഗം നമ്മൾ ഈ ഒരു പോട്ടിലേക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുമ്മായത്തിലോ അല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ ചാറിലോ ഒക്കെ മുക്കിയിട്ട് വെച്ച് കൊടുക്കുന്നതാണ് നല്ലത്. നമ്മൾ കുമ്മായത്തിൽ മുക്കിയിട്ടാണ് ഇത് പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. കാരണം അതിൻ്റെ കടഭാഗത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ ആപ്പിൾ സ്നേലുകൾ കിടക്കുന്ന ടബ്ബ്. ഇതിനകത്തു നിന്നാണ് നമ്മൾ വെള്ളം എടുക്കുന്നത്. കാരണം ഇതിനകത്ത് ഓവറായിട്ട് ക്വാണ്ടിറ്റി കിടക്കുന്നുണ്ട് ആപ്പിൾ സ്നേലുകൾ. കാരണം കുറച്ച് ആപ്പിൾ സ്നേലിനൊക്കെയാണ് നമുക്ക് ഈ ഒരു ടബ്ബിലിട്ട് വളർത്താനായിട്ട് പറ്റുന്നത്. പക്ഷേ ഇതിനകത്ത് ഏകദേശം ഒരു 20 എണ്ണത്തോളൊക്കെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് വെള്ളം പെട്ടെന്ന് മോശമാവുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളം ഈ ചെടികൾക്ക് വളരെ ന്യൂട്രീഷ്യസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ആപ്പിൾ സ്നേലിൻ്റെ ടബ്ബിൽ നിന്ന് മാത്രം സ്പെസിഫിക് ആയിട്ട് വെള്ളം എടുക്കുന്നത്. ഏത് ഫിഷ് ടാങ്കിൽ നിന്ന് എടുത്താലും കുഴപ്പമില്ല. പക്ഷേ ഈ വെള്ളം നല്ല രീതിയിൽ മോശമാവുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിൽ നിന്ന് ചൂസ് ചെയ്യുന്നത്. കാരണം ഇതിൽ നിന്ന് നമ്മൾ എടുത്ത് ഈ ഒരു ചെടിക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് അതിലേക്ക് ഫ്രഷ് വെള്ളം അടിച്ചു കൊടുത്ത് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വെള്ളം ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുക, നമ്മൾ ഈ ചെടികൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അഴുക്കായിട്ടുള്ള വെള്ളം ഈ ഒരു ചെടികൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഫ്രഷ് വെള്ളം അടിക്കുന്നു. അപ്പോൾ ഒരു വെള്ളം എപ്പോഴും ഫിൽറ്റർ ആയിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ നല്ല വെള്ളം അതിലേക്ക് എപ്പോഴും റീഫില്ല് ആയിക്കൊണ്ടിരിക്കും നമ്മൾ ഒഴിക്കുമ്പോൾ. അപ്പോൾ ആപ്പിൾ സ്നേലിൻ്റെ വെള്ളം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും പറ്റും. അതേസമയം തന്നെ അതിലെ മോശമായ വെള്ളം എടുത്തിട്ട് നമുക്ക് ഈ ഒരു ചെടികൾക്ക് നനച്ചു കൊടുക്കാനും പറ്റും. ഈ ഒരു പൈൻ ട്രീയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ നീറ്റായിട്ട് നിൽക്കുന്ന ഒരു മരമാണ്. നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു മരമാണ്.
ഇത് നല്ല അതിൻ്റെ വണ്ണമൊക്കെ നിങ്ങൾ കണ്ടു. അതായത് ഓവറായിട്ട് വണ്ണത്തിൽ വലുതാവുന്ന ഒരു മരമല്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രാഞ്ചുകളെല്ലാം അതായത് ഒരു ശല്യവും ഉണ്ടാക്കാതെ നീറ്റായിട്ട് നിൽക്കുന്ന ഒരു മരമാണ്. കാണാൻ നല്ല ഭംഗിയാണ്. വീടിൻ്റെ ഏത് ഭാഗത്തും നമുക്ക് സെറ്റ് ചെയ്യാം. വീടിൻ്റെ മതിലിനോട് ചേർന്നൊക്കെ സെറ്റ് ചെയ്യാം. നല്ല രീതിയിൽ ഷെയ്ഡ് തരുന്ന ഒരു മരമാണ്. അതുപോലെ തന്നെ ഇത്തരം മരങ്ങളുടെ അടുത്തൊക്കെ നമുക്ക് ഫിഷ് ടാങ്കുകൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫിഷ് ടാങ്കുകൾക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അതുപോലെ തന്നെ സൺലൈറ്റ് ഡയറക്റ്റ് അടിക്കുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ഈ ഒരു ചെടി സെറ്റ് ചെയ്ത് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് കിട്ടുകയാണ്, വേര് മുളച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ കുറേ തൈകൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുത്തിട്ട് നമ്മുടെ വീടിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ അതിൻ്റെ ഭംഗി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സെറ്റ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഇതിൽ എത്ര എണ്ണം സക്സസ്ഫുൾ ആയിട്ട് കിട്ടി എന്നുള്ളതൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഏകദേശം ഒരു മാസത്തോളമാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നത്. ഇതിലെല്ലാം തീർച്ചയായിട്ടും നമുക്ക് വേര് പിടിച്ച് കിട്ടാൻ സാധ്യതയില്ല. ചിലത് മാത്രമായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സക്സസ് തന്നെയാണ്. കാരണം ഇത്രയും നല്ല ഭംഗിയുള്ള ഒരു പൈൻ ട്രീ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു സംഭവം തന്നെയാണ്. അതായത് ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. നമ്മുടെ കയ്യിൽ ഫിഷ് ടാങ്കും വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഇതുപോലെ പോട്ടിനകത്ത് സാൻഡ് ഫില്ല് ചെയ്ത് ജസ്റ്റ് നല്ല കൊമ്പുകൾ നോക്കി ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ നമ്മൾ ഈ ഒരു വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു മാസത്തിനുള്ളിലൊക്കെ ഇത് വേര് പിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ വീട്ടിലൊക്കെ ഇത്തരത്തിലൊരു മരം നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത്തരത്തിലുള്ള ചെറിയ പീസുകൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് യാതൊരു ക്ഷാമവും ഉണ്ടായിരിക്കില്ല. കാരണം ചറപറാന്നായിരിക്കും ഇതുപോലുള്ള ചെറിയ പീസുകൾ മുളച്ച് നിൽക്കുന്നത്. അപ്പോൾ എത്ര പീസ് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ സാൻഡിൽ ഫിക്സ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് നനച്ചു കൊടുത്ത് ട്രയൽ അടിച്ച് നോക്കാവുന്നതാണ്. കാരണം ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ യൂട്യൂബിൽ കണ്ടിരുന്നു എന്ന് പറഞ്ഞു. അതിനകത്ത് അവർ സക്സസ്ഫുൾ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ വേര് മുളച്ച് വന്നതൊക്കെ അവർ ക്ലിയർ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ ചെയ്ത സംഭവം ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും എന്താ പറയുക ഒരു ഫുൾ ഫെയിലിയർ നമുക്ക് പറയാൻ പറ്റില്ല. ഇത് തന്നെയാണ് സെറ്റപ്പ്. പക്ഷേ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ച് വന്ന് കറക്റ്റായാൽ മാത്രമാണ് ഇതിൻ്റെ വേര് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു 10 എണ്ണം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 5 എണ്ണമൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ബാക്കി 5 എണ്ണം ചിലപ്പോൾ കേടായി പോയെന്നിരിക്കും. വേറൊരു വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു ഒരു പുള്ളിക്കാരനാണ് ഇത് നടുന്നത്. അപ്പോൾ ആൾ 4 എണ്ണമാണ് വെച്ചത്. അതിനകത്ത് 2 എണ്ണം കേടായിപ്പോയി, 2 എണ്ണമാണ് സക്സസ്ഫുള്ളായിട്ട് വേര് പിടിച്ച് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വെക്കുന്ന ചെടികളെല്ലാം കിട്ടണമെന്നില്ല. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ 5 എണ്ണം വെച്ചാൽ ചിലപ്പോൾ 2 എണ്ണം ആയിരിക്കും കിട്ടുന്നത്. നമ്മുടെ കയ്യിൽ ഇതുപോലെ വലിയൊരു മരം നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ട്രയൽ അടിച്ച് നോക്കുന്നതിൽ തെറ്റില്ല. പിന്നെ നമ്മൾ 2 പീസ് ഇതുപോലെ നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ സാധാ മണ്ണിൽ നമ്മൾ നട്ട് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒരു ഹോള് ഉണ്ടാക്കി അതിനകത്ത് നട്ട് വെച്ചിരിക്കുകയാണ്. ഒരെണ്ണം ഇത്തിരി വലിപ്പമുള്ള ഈ കാണുന്ന പീസാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറുത് നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. അങ്ങനെ 2 പീസ് നമ്മളിങ്ങനെ മണ്ണിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാത്ത ഒരു സംഭവം ചെയ്തത് അതിനകത്ത് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 ചെടിച്ചട്ടികളിലായിട്ട് അതിനകത്ത് മണലല്ല മണ്ണ് തന്നെയാണ്. അതിനകത്ത് നമ്മൾ ഇതേപോലെ ഒരു 2 വലിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് 2 ചെടിച്ചട്ടികളിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ചെയ്യുന്നത് ഒരു ടെസ്റ്റും കൂടിയാണ്. കാരണം നമ്മൾ ടെറസിൻ്റെ മുകളിൽ വെച്ചത് എംസാൻഡിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഇരിക്കുന്നത് നമ്മൾ ഗ്രൗണ്ടിൽ തന്നെയാണ്, ഡയറക്റ്റ് മണ്ണിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ 2 നമ്മൾ ചെടിച്ചട്ടിയിൽ വെച്ചിരുന്നു പറഞ്ഞു. അതിനകത്ത് നമ്മൾ മണ്ണ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലെല്ലാത്തിലും എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും കൂടി നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഏതിലൊക്കെയാണ് ഇത് വേര് പിടിക്കുന്നത്, മണലിലാണോ അല്ലെങ്കിൽ മണ്ണിലാണോ, ഇതുപോലെ ഡയറക്റ്റ് ഗ്രൗണ്ടിലാണോ, പിന്നെ നമ്മൾ ചെടിച്ചട്ടിയിൽ ഇതുപോലെ മണ്ണിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലാണോ, അപ്പോൾ എല്ലാതും നമുക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റും. ഏതിലൊക്കെ ഏത് രീതിയിലാണ് നടക്കുന്നത്, ഏതിലാണ് കൂടുതൽ ഉണ്ടാകുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ട്രയൽ അടിച്ച് നോക്കിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു മാസത്തോളം വെയിറ്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 10 ദിവസം ആയിട്ടുണ്ട്. നമ്മുടെ ആപ്പിൾ സ്നെയിലുകളുടെ വെള്ളമാണ് നമ്മൾ ഡെയിലി ഒഴിച്ചു കൊടുക്കുന്നതും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷ് ടാങ്കിലെ വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്ത ഒരു പ്ലാന്റിങ്. അപ്പോൾ ഒരു മാസം തികയുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഇതിൻ്റെ അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.